ആദ്യമായിട്ട് പഠിക്കുന്ന ചിലർക്ക് ഇപ്പോഴും ചിലപ്പോൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യം ഈ ചോദ്യം നമ്മൾ എന്താ വ്യത്യാസം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇത് രണ്ടും നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസം ഞങ്ങൾ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. ഒരു കീ വ്യത്യാസമുണ്ട്. എന്താണ് കീ വ്യത്യാസം? നേരത്തെ ചോദിച്ചത് ആവറേജ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ്. ആവറേജ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ്. ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ആവറേജ് ആണ്. ഇവിടെ ഞാൻ ചോദിച്ചത് ആവറേജ് മാർക്സ് ആണ്, മാർക്സിന്റെ ആവറേജ് ആണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുള്ളത് ഈ കുട്ടിക്ക് കിട്ടിയ 150 ടോട്ടൽ ആയിട്ടുള്ള കെമിസ്ട്രിയിൽ ഈ കുട്ടിക്ക് കിട്ടിയത് 80% മാർക്കാണ്, 75% മാർക്കാണ്, 96% മാർക്കാണ്, 70% മാർക്കാണ്, 50% മാർക്കാണ് ഡിഫറെന്റ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ പെർസെൻറ്റേജ് മാർക്കിലേക്ക് മാറ്റാൻ പറ്റണം, എന്നിട്ടാണ് ആവറേജ് കാണേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്തായാലും വ്യത്യാസം മനസ്സിലായോ? ഇനി ഉത്തരം കാണാൻ പറ്റുമോ നോക്കി. എന്നാലും ചിലപ്പം പറ്റൂല, പക്ഷെ കാണാൻ ശ്രമിക്കാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാം. എത്രയാണ് ആൻസർ? എത്രയാണ് ആൻസർ? ഒരാൾക്ക് ഉത്തരം കിട്ടിയില്ല. ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇഫറിൽ ജോയിൻ ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഫോർ എ ഫൺ. സോ എന്താണ്? ഒന്നുമില്ല, 150ന്റെ 80% കാണണം. എങ്ങനെ 150ന്റെ 80% കാണാം? 150 500 × 80 എന്നൊക്കെ സാധാരണ പഠിക്കുന്ന കുട്ടികൾ കാണും. നമ്മളെങ്ങനെ കാണും? 150 എന്ന് പറഞ്ഞാൽ 100%, 15 എന്ന് പറഞ്ഞാൽ 10%, 80% എന്ന് പറഞ്ഞാൽ 15 × 8 ആണ് 120. നമ്മൾ അങ്ങനെ കാണും അല്ലേ? 120. ഇനി 75% എങ്ങനെ കാണുക? 150 × 100 ഇല്ല. നമ്മളെങ്ങനെ കാണും? 150 എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ 50 എന്ന് കഴിഞ്ഞാൽ അതിന്റെ പകുതി 75 ആണ്, 25 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 30.5 ആണ്, 75 എന്ന് പറഞ്ഞാൽ 75 + 30.5 ആണ്, 112.5 ആണ്. അങ്ങനെ കാണും അല്ലേ? ഇനി 96% എങ്ങനെ കാണുക? ഇനിയിപ്പോൾ നമ്മളെങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? മറ്റേ കഥ പറയണ്ടല്ലോ. 96% എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ 150 എന്ന് പറഞ്ഞാൽ 100%, 15 എന്ന് പറഞ്ഞാൽ 10% ആണെങ്കിൽ 1.5 എന്ന് പറഞ്ഞാൽ 1% ആയിരിക്കും. അപ്പോൾ 4% എന്ന് പറഞ്ഞാൽ 1.5 × 4 6 ആയിരിക്കും. അപ്പോൾ 96% എന്ന് പറഞ്ഞാൽ 150 ന്ന് 6 കുറച്ച് 154 ആയിരിക്കും. ഓക്കെ, 154 ആയിരിക്കും. ഇനി 70% വളരെ ഈസി, നമ്മൾ നേരത്തെ പഠിച്ചു. 10% എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ 70 × 15 ആണ്, 105 ആണ്. ഇനി 50% അതിലേറെ ഈസി, 150ന്റെ നേരെ പകുതിയാണ്, 75. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടി കൂട്ടും, അറൗണ്ട് 511.5 ഓർ സംതിങ് കിട്ടും. അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 111.3 സംതിങ് കിട്ടും. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, നമ്മളത് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുകൊണ്ടാണല്ലോ. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ്. അവിടെ നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ആവറേജ് കാണേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ആവറേജ് കണ്ടിട്ട് പിന്നെ ഇതിന്റെ പെർസെൻറ്റേജ് ഇങ്ങോട്ട് പോകേണ്ടതാണ്. ചെയ്യാം, പക്ഷെ അത് ആ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത്. സോ ദിസ് ഈസ് എ വൺ. ക്ലിയർ? സംഭവം ക്ലിയർ ആയോ? ദെൻ മൂവിങ് ടു ദ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാല്യൂ ഫ്രം ദ റേഷ്യോ. ബേസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പിന്നെ മനസ്സിലാക്കുക. ചിലർക്ക് ഇത് ഇങ്ങനെ നോക്കിയിട്ട് ശരിക്കും കത്തുന്നുണ്ടാവില്ല, മനസ്സിലാവുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മളെ ശത്രുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റാത്തത് അല്ലേ? അതുകൊണ്ടാണ് ഓലിത് പെട്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ക്ലാസ്സിന് പോയിട്ട് ഇതൊക്കെ പാടെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് നമ്മളെക്കാളേറെ മാർക്ക് വാങ്ങാത്തത്. അപ്പോൾ ദൈവമേ വീണ്ടും നന്ദി, പെട്ടെന്ന് മനസ്സിലാക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതിന്. നിങ്ങൾക്ക് തിരക്കില്ലല്ലോ, നമ്മൾ പഠിച്ച് റെഡിയാക്കി അടിപൊളിയായിട്ട് നിങ്ങളത് പഠിക്കട്ടോ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ ഒറ്റ പറച്ചിലിന് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എല്ലാവർക്കും മനസ്സിലാവുമെങ്കിൽ പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഈ നിലയിൽ വില ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോ ആസ്പെക്ട് ആണ്. സോ ഹിയർ വി ഹാവ് ഗിവൺ. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് percentage of employees department wise. Okay, we have percentage of employees department wise. We have gender ratio of employees. So ഇവിടെ തന്നിട്ടുണ്ട് ഒരു കമ്പനിയിൽ ഒരു കമ്പനിയിലുള്ള
ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു കമ്പനിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് 4600 ആണ്. 4600 ആണ്. ആ 4600-ല് IT ഡിപ്പാർട്ട്മെന്റിൽ 26%, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 22%, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ 18%, HR ഡിപ്പാർട്ട്മെന്റിൽ 11%, അക്കൗണ്ട്സിൽ 8%, പ്രൊഡക്ഷനിൽ 15%. ഓക്കെ, പ്രൊഡക്ഷനിൽ 15%. ഇതിൽ ഓരോതിലെയും സ്ത്രീ പുരുഷ റേഷ്യോ, മെൻ ടു വുമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ IT-ൽ 1:3 ആണ്, മാർക്കറ്റിംഗിൽ 1:1 ആണ്, പർച്ചേസിൽ 5:1 ആണ്, HR-ൽ 1:1 ആണ്, അക്കൗണ്ട്സിൽ 3:1 ആണ്, പ്രൊഡക്ഷനിൽ 3:2 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ കുറേ ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ ഡിഫറെൻറ്റ് പെർസെൻറ്റേജിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്ത്രീ പുരുഷ അനുപാതം. ഓക്കെ, ഒരു സ്ത്രീ ഒരു പുരുഷനുള്ള സമയത്ത് 3 സ്ത്രീ, അപ്പൊ 10 പുരുഷനുണ്ടെങ്കിൽ 30 സ്ത്രീ, അങ്ങനെ ആ റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിമൺ ഇൻ ദ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിമൺ ഇൻ ദ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്? എങ്ങനെ കാണാം? ആദ്യം തന്ന നമ്പറിന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആളുകളുടെ എണ്ണം കാണണം. അതിൽ നിന്ന് കണ്ടിട്ട് സ്ത്രീകളുടെ ഭാഗം എത്രയെന്ന് കാണണം. മനസ്സിലായോ? ആദ്യം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ആളുകളുടെ എണ്ണം കാണണം, അതിൽ നിന്ന് സ്ത്രീകളുടെ എണ്ണം കാണണം. അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? ആദ്യം നമുക്ക് അപ്പൊ എങ്ങനെ കാണാം? 4600 ആളുകളിൽ നിന്ന് നമുക്ക് 8% നമുക്ക് കാണണം, അല്ലെ? 8% നമുക്ക് കാണണം. അപ്പൊ എങ്ങനെ കാണാം? 4600 എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ, 460 എന്ന് പറഞ്ഞാൽ 10% ആണെങ്കിൽ, 46 എന്ന് പറഞ്ഞാൽ 1%. 8% എന്ന് പറഞ്ഞാൽ 46 × 8 ആണ് എന്ന് പറഞ്ഞാൽ 46 × 8 368 ആണ്. ഓക്കെ, 368 ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അത്ര സ്പീഡിൽ നിങ്ങൾക്ക് കണക്ക് കിട്ടണ്ടെന്നില്ല കേട്ടോ. നിങ്ങൾ 8 നെറ്റൊക്കെ കിട്ടുമ്പോഴത്തേനും അത്ര സ്പീഡായാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, എങ്ങനെയാണ് ആ കൂട്ടിൽ ഗുണിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. കുറെ ചെയ്തില്ല എക്സ്പീരിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. 368. ഇനി 368 ആളുകളെ 3:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ 368 ആളുകളിൽ 3 ഭാഗം പുരുഷന്മാരും 1 ഭാഗം സ്ത്രീകളുമാണ്. ഇതാണ് ഇതിന്റെ ബേസിക്സ് ആണ്. അങ്ങനെ ഇത്ര ഭാഗം പുരുഷന്മാരും ഇത്ര ഭാഗം സ്ത്രീകളുമാണ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം എങ്ങനെയാണ് കാണുക, സ്ത്രീകളുടെ എണ്ണം എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കാണാന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ 368 നെയ്യും, എന്നിട്ട് ആകെ എത്ര ഭാഗമുണ്ട് നോക്കും. 3+1 4 ഭാഗമുണ്ട്. അപ്പൊ ഈ 368 നമ്മൾ 4 ഭാഗം കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ഭാഗം എന്ന് കിട്ടും. 1 ഭാഗം എത്രയെന്ന് കിട്ടും? ഈ 1 ഭാഗം എത്ര? 92 ആണ്. സ്ത്രീകൾ എത്ര ഭാഗമാണ്? 1 ഭാഗം തന്നെയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു 1 കൊണ്ട് ഗുണിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, വി ഹാവ് 92 ആസ് എ കറക്റ്റ് ആൻസർ. വി ഹാവ് 92 ആസ് എ കറക്റ്റ് ആൻസർ. ഇതാണ് ഇതിന്റെ ബേസിക് റേഷ്യോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഏകദേശം ക്ലിയർ ആയി എന്ന് കരുതുന്നു. കൂടുതൽ അടുത്തത് കുറച്ച് സിമ്പിൾ ഈസി മെത്തേഡ്സ് ആണ്. വിൽ ബി മൂവിങ് ടു ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഏത് ക്വസ്റ്റ്യനിലേക്ക്? ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡും ഉത്തരങ്ങൾ വളരെ ഈസിയുമായിട്ടുള്ള ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ഡിസംബർ എക്സാം എഴുതിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഇതിലെ പല ചോദ്യവും കണ്ടിട്ടുണ്ടാവും കേട്ടോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂ ആൻഡ് ഡിഫറൻസുകൾ ബേസ് ചെയ്തിട്ടാണ്. Bakery shops in the city prepare 3 different varieties of hot cakes, namely cornmeal, American and Swedish. The following table shows the total number of hot cakes, 3 varieties together, sold by 4 different bakery shops, namely ABCD on Monday, along with the number of cornmeal hot cakes sold and the difference between the number of American hot cakes and cornmeal hot cakes sold. Based on the data in the table, answer the question that follow. Total number of hot cakes sold, number of cornmeal hot cakes sold, difference between the number of American and cornmeal hot cakes sold. ഒരു 2 വട്ടം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്തെന്നാ ഉത്തരമൊന്നും കിട്ടണ്ട. ഓക്കെ, ഈ തന്ന ടേബിൾ എന്താണെന്ന് മനസ്സിലായെന്ന് മാത്രം ആലോചിച്ചാൽ. കാരണം ടേബിളിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഓക്കെ, ടേബിളിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ക്വസ്റ്റ്യൻ മനസ്സിലായോ?
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടത്. ഇതിലിപ്പോൾ 3 ഹോട്ട് കേക്ക്സ് ഉണ്ട്. കോൺമീൽ ഹോട്ട് കേക്ക്സ് ഉണ്ട്, അമേരിക്കൻ ഹോട്ട് കേക്ക്സ് ഉണ്ട്, പിന്നെ ഏത് ഹോട്ട് കേക്ക്സ് അല്ലേ? സ്വീഡിഷ് ഹോട്ട് കേക്ക്സ് ഉണ്ട്. ചിലരൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്വീഡിഷ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ക്വസ്റ്റ്യനിൽ സ്വീഡിഷ് ഉണ്ട്. ഓക്കെ, സ്വീഡിഷ് ഹോട്ട് കേക്ക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കേണ്ടത് ബേക്കറിയിലെ കോൺമീൽ ഹോട്ട് കേക്ക്സും അമേരിക്കൻ ഹോട്ട് കേക്ക്സും സ്വീഡിഷ് ഹോട്ട് കേക്ക്സിൻ്റെയും നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. പറ്റിയാൽ ഇതിൻ്റെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ്, അതായത് ഇപ്രാവശ്യം ഇപ്പം ഡാറ്റയിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റണം. ഉത്തരങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും മെയിൻലി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവരാകെ നമ്പർ ഓഫ് കോൺമീൽ ഹോട്ട് കേക്ക്സ് തന്നിട്ടുണ്ട്. അമേരിക്കനും സ്വീഡിഷും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അമേരിക്കയും സ്വീഡിഷും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കോൺമീൽ ഹോട്ട് കേക്ക്സ് എത്ര തന്നിട്ടുണ്ട്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ബേക്കറി ഏതിൽ 1200 ഹോട്ട് കേക്ക്സ് ഉണ്ട്. അതിൽ 320 ഹോട്ട് കേക്ക്സ് കോൺമീൽ ഹോട്ട് കേക്ക്സ് ആണ്. അതിൽ അമേരിക്കനും കോൺമീലും തമ്മിലുള്ള വ്യത്യാസം 40 ആണ്. സ്വീഡിഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ, സ്വീഡിഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അമേരിക്കനും കോൺമീലും തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ സപ്പോസ് നമ്മള് ഇത് അമേരിക്കൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് അമേരിക്കൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ സ്വീഡിഷും എഴുതാന്ന് കരുതുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, 3 ടൈപ്പ് ഓഫ് ഹോട്ട് കേക്ക്സ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് 3 വെറൈറ്റീസ് ആണുള്ളത് അല്ലേ? 3 വെറൈറ്റീസ് ആണുള്ളത്, കോൺമീൽ, അമേരിക്കൻ, സ്വീഡിഷ്. അപ്പോൾ അമേരിക്കനും കോൺമീലും തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ് തന്നിട്ടുണ്ട്. അപ്പം കോൺമീലിന്റെ 320 ആണ്. അപ്പൊ അമേരിക്കൻ എത്രയാവും? കോൺമീലിന്റെ 320 ആണ്. അമേരിക്കനും കോൺമീലും തമ്മിലുള്ള വ്യത്യാസം 40 ആവുമ്പോൾ അമേരിക്കൻ ഏതാവും? 2 സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ 360 ആവാം, അല്ലെങ്കിൽ 280 ആവാം. 2 സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, ഐ മീൻ അറ്റ് ഫസ്റ്റ് ഇൻസ്റ്റൻസ്, നമുക്ക് സ്റ്റെപ്പിലേക്ക് വരാം. ഫസ്റ്റ് ഇൻസ്റ്റൻസ് 2 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 2 ഇതിലേതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ക്വസ്റ്റ്യനിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടോ? ആ പോയിന്റ് ആണ് ഇവിടെയുള്ള പോയിന്റ്. നമ്പർ ഓഫ് അമേരിക്കൻ ഹോട്ട് കേക്ക്സ് സോൾഡ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കോൺമീൽ. അമേരിക്കൻ ഹോട്ട് കേക്ക്സ് കോൺമീലിനേക്കാളേറെ എപ്പോഴും കൂടുതലാണ്. അപ്പൊ കോൺമീൽ 320 ആകുമ്പോൾ 280 ആവില്ല, 360 ആവും. എന്താണ് പരീക്ഷയ്ക്ക് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പല ആളുകളും ഈ ലൈന് കാണേയില്ല. ഇതിനെന്തോ ബാക്കിയായിട്ട് ഒരു വെറുതെ കൊടുത്ത ലൈനായിട്ട് ചിലക്കാന്ന് തോന്നും. ഓക്കെ, കാണുകയല്ല. എന്നിട്ട് ഇത് 320 ആവോ, 360 ആണോ, 280 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനില് പണിയങ്ങ് പാളും. ഓക്കെ, ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ 50-50 ചാൻസുകളുടെ ഒക്കെ പ്രത്യേകം എന്താ വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ശരിയുള്ള 15 കിട്ടും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ മിക്കവാറും തെറ്റുള്ള 50 ആണ് നമ്മൾ എടുക്കുക അല്ലേ? മോസ്റ്റ് ഓഫ് ദ കേസ് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം അങ്ങനെയാണ്. ബേസിക് നേച്ചർ അങ്ങനെയാണ് 50-50യുടെ. അപ്പൊ അത് ഇനി സ്വീഡിഷ് എങ്ങനെ കാണാം? സ്വീഡിഷ് എങ്ങനെ കാണാന്ന് ചോദിച്ചാൽ ടോട്ടൽ 1200 ആന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺമീൽ 320 ആന്ന് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ 360 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വീഡിഷ് കിട്ടാൻ നമുക്ക് 1200 അമേരിക്കന്റെയും കോൺമീലിന്റെയും കുറച്ചാൽ മതി. 320 പ്ലസ് 360 680. 680 1200 കുറച്ചാ 520. അപ്പൊ സ്വീഡിഷും കിട്ടി. ഇങ്ങനെ നമുക്ക് എല്ലാം കിട്ടും. എന്നാങ്ങള്
ബേക്കറി ബിയുടെ കോൺമീലും അമേരിക്കനും സ്വീഡിഷും കാണും കുട്ടികളെ. ബേക്കറി ബിയുടെ ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടല്ലോ, നമുക്ക് വേറെ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനല്ല നിങ്ങൾ വന്നത്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഭാവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്കറി ബിയുടെ കോൺമീൽ അമേരിക്കൻ സ്വീഡിഷ് എത്രയെന്ന് കാണുക. എന്താണ് കിട്ടിയോ? 30 സെക്കൻഡ്സ് കൂടി തരാം. ബീങ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കാം എങ്ങനെ. ടോട്ടൽ 1080 ആണ്. ഓക്കെ, കോൺമീൽ ഹോട്ട് കേക്ക്സ് 250 ആണ്. അപ്പോ അമേരിക്കൻ എന്തായിരിക്കും? 250 പ്ലസ് 120 400 ആണ്. ഓക്കെ, മറ്റത് 1080 കുറക്കണം 400 പ്ലസ് 250, 400 പ്ലസ് 250 680, 1080 കുറക്കണം 680 ഈസ് ഈക്വൽ ടു 400. അപ്പൊ ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുക എന്ന് മനസ്സിലായോ? ഇതിൽ ഇപ്പൊ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിലും ആ ടേബിളിന്റെ വാല്യൂസ് കിട്ടുക എന്നുള്ളതാണ് വലിയ പണി. ഓക്കെ, ആ പണി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചിലപ്പോഴൊന്നും വലിയ പ്രശ്നമല്ല, ചിലപ്പോൾ ചെറുതായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോൺമീൽ ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി ആൻഡ് ബേക്കറി ഡി ടുഗദർ ആൻഡ് ദ നമ്പർ ഓഫ് സ്വീഡിഷ് ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി എ? കണ്ടോ, വളരെ ഈസി. എങ്ങനെയാണ് ഇതിൽ ഓരോരോ ഹോട്ട് കേക്ക്സും ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഈസി. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഉത്തരം പറയാം അല്ലേ? നോക്കിയിട്ട് ഉത്തരം പറയാം, ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. ഐ മീൻ, കാരണം ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അത് ഇതായിരിക്കും, അത് ഇതായിരിക്കും, ആ രണ്ടും കൂട്ടി ഇതായിരിക്കും, സ്വീഡിഷ് ഇതായിരിക്കും, അത് കുറച്ച് ഇതായിരിക്കും. എത്ര പണി. അങ്ങനെ അതാക്കിയിട്ട് പറയണതൊന്നുമില്ല. നമ്മൾ എഴുതിയിട്ടായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. So നോക്കല്ലേ, കോൺബിൽ ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി എ എന്താ തന്നിട്ടുണ്ടല്ലോ, 320. ദെൻ കോൺബിൽ ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി ഡി എന്താ? 420 എന്ന് പറഞ്ഞാൽ 740. സ്വീഡിഷ് ബൈ ബേക്കറി എ എത്ര? നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറച്ചപ്പോ 520. 740 520 കുറച്ച 220. ഉത്തരം ഡി 220. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏതൊക്കെ കൂട്ടുക എന്ന് മനസ്സിലായ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. ഏതൊക്കെ കൂട്ടുക എന്ന് മനസ്സിലാക്കൽ ഭയങ്കര ടഫാണ്. കൂട്ടാൻ ഭയങ്കര ടഫൊന്നുമില്ല, കുറക്കാനും ഭയങ്കര ടഫൊന്നുമില്ല. പക്ഷെ ഏതൊക്കെയാണ് കൂട്ടേണ്ടത് ഏതൊക്കെയാണ് കുറക്കേണ്ടത് എന്നുള്ളതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതേ പറഞ്ഞത്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയ ഇത് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. What is the ratio of the number of American hot cakes sold by bakery C to the number of Swedish hot cakes sold by bakery D?
What is the ratio of the number of American hotcakes sold by bakery C to the number of Swedish hotcakes sold by bakery D? അപ്പൊ എന്ത് ചെയ്യണം? അമേരിക്കൻ ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി സി കിട്ടണം. എങ്ങനെ കിട്ടുക? അമേരിക്കൻ ഹോട്ട് കേക്ക്സ് ബൈ ബേക്കറി സി കിട്ടാൻ ബേക്കറി സി 360 80 കൂട്ടുക 440. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 440 എന്ന് കിട്ടി. ഓക്കെ, 440 എന്ന് കിട്ടി. Then we have സ്വീഡിഷ് ഹോട്ട് കേക്ക്സ് ബൈ ബേക്കറി ഡി. ബേക്കറി ഡിന്റെ സ്വീഡിഷ് ഹോട്ട് കേക്ക്സ് എങ്ങനെ കാണാം? 420 കോൺമീലാണെങ്കിൽ ഡിഫറൻസ് 40 ആണെങ്കിൽ അമേരിക്കൻ എന്താണ്? 460. അപ്പൊ സ്വീഡിഷ് എന്താണ്? 420ഉം 460ഉം കൂട്ടിയിട്ടുള്ള 880 1320 കുറച്ചാൽ 440. അപ്പൊ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് 440:440 ഈസ് ഈക്വൽ ടു 1:1? ഉത്തരം കിട്ടി. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് 400? ഈ ഒരു 4-5 ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു 3-4 നമ്പറും 3-4 കൂട്ടലും കുറക്കലും ഇതിൽ വരുന്നുള്ളൂ. വേറൊരു കാൽക്കുലേഷൻ ഇതിലില്ല. പക്ഷെ എങ്ങനെയാണ് ആ ഓരോരോ നമ്പറും കാണുക എന്നുള്ളതാണ് ബേസിക് ആസ്പെക്റ്റിലേക്കുള്ള ഒരു സംഭവം. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാം. അപ്പൊ ഇതുവരെ ഇത് ക്വസ്റ്റ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ഈസി, എല്ലാവർക്കും ഭയങ്കര ഈസി ആവില്ല അല്ലേ? അപ്പൊ നമ്മളെ കൂടെ പഠിക്കുന്ന ആ കുട്ടിക്ക് ഭയങ്കര ഈസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ 1-2 നല്ല ടഫ് ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം നമ്പർ 1 ഇതാണ്. ഇത് നിങ്ങൾക്കുള്ളതല്ല, നമ്മളെ ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കിയ ചോദ്യമാണ്. ടഫ് ചോദ്യം. നമ്മളിത് ചെയ്യണമല്ലോ, ചെയ്യാൻ നോക്കുക. If the number of cornmeal hotcakes sold by bakery B on Tuesday is 20% more than that on Monday, the ratio of the number of American hotcakes to Swedish hotcake bakery B on Tuesday is 4:5, and the number of American hotcakes sold by bakery B on Tuesday is 320. Then what is the total number of hotcakes sold by bakery B on Tuesday? ഇതൊക്കെയാണ് JRF തീരുമാനിക്കപ്പെടുന്ന ചോദ്യം കേട്ടോ. ഹോൾ ആ ഒരു ഷിഫ്റ്റ് ഓഫ് എക്സാമിന് എല്ലാ ഷിഫ്റ്റിലും JRF തീരുമാനിക്കപ്പെടുന്ന ഒരു 1, 2, 3 ചോദ്യങ്ങളാണ് മെജോറിറ്റി. ഐ മീൻ പേപ്പർ 2-ലെ ചില ചോദ്യങ്ങളും ഉണ്ടാവും, പേപ്പർ 1 മാത്രമാണെന്നല്ല പറയുന്നത്. പേപ്പർ 1 എന്ന് JRF തീരുമാനിക്കപ്പെടുന്ന ചോദ്യമാണത്. ഓക്കെ, പേപ്പർ ഇപ്പൊ അടുത്ത് വെച്ചതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. I will give 30 seconds. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട സാധനം, ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത്. കാരണം ഇതിവിടെ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ഇവിടെ ശ്രമിക്കുമ്പോഴത്തേനും ആദ്യം എന്തേ പറഞ്ഞു, ഇനി മറന്നു. ആദ്യത്തെ ലൈനിൽ എന്താണ് ഉത്തരം കണ്ടെത്താൻ, അത് ആദ്യം കണ്ടെത്തുക. രണ്ടാമത്തെ ലൈനിലേക്ക് പോവുക, മൂന്നാമത്തെ ലൈനിലേക്ക് പോവുക. ട്രൈ ടു ഡു. ആഫ്റ്റർ 30 seconds I will be doing. Yes. Okay, so what's the answer? നമുക്ക് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രം നോക്കാം.
If the number of cornmeal hotcakes sold by bakery B on Tuesday. ആഹാ, ട്യൂസ്ഡേ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ മൺഡേ ആണ് തന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ അപ്പം തന്നെ ഒരു തീരുമാനമാവൂലേ. ഓക്കെ, മൺഡേന്റെ ടേബിൾ എന്നിട്ട് ട്യൂസ്ഡേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മൺഡേന്റെ ടേബിൾ എന്നിട്ട് മൺഡേന്റെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ട്യൂസ്ഡേയും കൂടി കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാൻ ഫീൽ ചെയ്യും. സോ ബേസിക്കലി സിമ്പിളായിട്ട് വായിക്കാൻ തന്നിട്ടുണ്ട്. ട്യൂസ്ഡേ എന്ന് പറയുന്നത് 20% മോർ ദാൻ ദാറ്റ് ഓൺ മൺഡേ. അതായത് കോൺമീൽ ഹോട്ട് കേക്ക്സ് ബേക്കറി ബി ട്യൂസ്ഡേ. ഓക്കെ, കോൺമീൽ മേക്കേഴ്സ് കോട്ടറി ബി, നമുക്കിവിടെ ട്യൂസ്ഡേ എന്ന് എഴുതാം. ട്യൂസ്ഡേ ബേക്കറി ബി കോൺമീൽ 20% മോർ ദാൻ ദാറ്റ് ഓൺ മൺഡേ. മൺഡേനേക്കാളേറെ 20% കൂടുതലാണ്. ഓക്കെ, 280ന്റെ 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്ര 280 എന്ന് പറഞ്ഞാൽ 100% ആണെങ്കിൽ 28 എന്ന് പറഞ്ഞാൽ 10% ആണെങ്കിൽ 28 + 28 56, 20% ആണെങ്കിൽ 250 + 56 336. ഓക്കെ, സോ വിൽ ബി ഹാവിംഗ് ദ നമ്പർ as 336. ഇപ്പം എന്ത് കിട്ടി? കോൺമീൽ 336 കിട്ടി. അടുത്തത് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് അമേരിക്കൻ ഹോട്ട് കേക്ക്സ് ടു സ്വീഡിഷ് ഹോട്ട് കേക്ക്സ് ഈസ് 4:5. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. കുറേ വായിച്ചു നോക്കും, കണ്ടെത്താൻ പറ്റൂല. കാരണം അമേരിക്കൻ ഹോട്ട് കേക്ക്സും തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു വാല്യൂ തന്നാൽ മാത്രമേ റേഷ്യോ നമുക്ക് നമ്പറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം സെക്കൻഡ് ലൈന് പോസ്റ്റ് അടിച്ചിട്ട് മൂന്നാമത്തെ ലൈനിലേക്ക് പോകും. ഓക്കെ, മൂന്നാമത്തെ ലൈനിലേക്ക് പോകും. മൂന്നാമത്തെ ലൈൻ എന്താ? നമ്പർ ഓഫ് അമേരിക്കൻ ഹോട്ട് കേക്ക് സോൾഡ് ബൈ ബേക്കറി ബി തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ അമേരിക്കൻ എടുക്കുന്നു. എത്രയാണ്? 320. അമേരിക്കൻ എത്രയെന്ന് പറഞ്ഞാൽ 320 തന്നിട്ടുണ്ട്. അമേരിക്കനും സ്വീഡിഷും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 4:5 ആണ്. ഓക്കെ, 4:5 ആണ്. ഓക്കെ, അപ്പൊ എന്ത് തന്നു? അമേരിക്കൻ എന്ന് പറഞ്ഞാൽ 320 ആണ്. ആ 320 എന്ന് പറഞ്ഞാൽ 4 ഭാഗമാണ്. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 320/4 ആണ്, 80 ആണ്. ഒരു ഭാഗം 80 ആണെങ്കിൽ സ്വീഡിഷ് എന്ന് പറഞ്ഞാൽ 5 ഭാഗമാണ്. 5 × 80 400 ആണ്. ഓക്കെ, 5 × 80 400 ആണ്. ഇങ്ങനെ നമുക്ക് കിട്ടിയത് അമേരിക്കൻ 320 എന്ന് തന്നിട്ടുണ്ട്. അമേരിക്കനും സ്വീഡിഷും തമ്മിലുള്ള റേഷ്യോ 4:5 എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഈ 320 എന്ന് പറഞ്ഞാൽ 4 ഭാഗമാണ്. ഓക്കെ, അത് 4 ഭാഗമാണെങ്കിൽ 5 ഭാഗം എത്ര എന്നാ കാണണ്ടേ? നമ്മൾ എന്താ കാണുക? 4 ഭാഗത്തുനിന്ന് നേരെ 5 ഭാഗം നമുക്ക് കാണാൻ പറ്റൂല. 4 ഭാഗം 320 ആണെങ്കിൽ ഒരു ഭാഗം എത്രയെന്ന് കാണും. ഒരു ഭാഗം 320/4 80 ആണ്. പിന്നെ നമുക്ക് കാണേണ്ടത് 5 ഭാഗമാണ്. 5 ഭാഗം കാണാൻ നമ്മൾ 80നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ വിൽ ബി ഹാവിങ് ഇറ്റ് ആസ് 400. അപ്പൊ എന്ത് കിട്ടി? ഇത് 400ഉം കിട്ടി. ഓക്കെ, ടോട്ടലാ ചോദിച്ചിട്ടുള്ളത്. 336 + 320 = 656. 656 + 400 = 1086. ഓപ്ഷൻ എ. ഈവൻ ദോ ഈ ഷിഫ്റ്റിലെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഒന്നായിരുന്നെങ്കിൽ പോലും എന്തൊക്കെ കൂട്ടേണ്ടി കുറക്കേണ്ടി പറഞ്ഞാൽ പിന്നെയും സിമ്പിളാണ്. ഓക്കെ, എന്തൊക്കെയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്ന് നമുക്ക് ഐഡിയ കിട്ടിയ ക്വസ്റ്റ്യൻ ഈസ് അഗെയിൻ സിമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് അഗെയിൻ സിമ്പിൾ. സോ വി ഹാവ് 1056 as a correct answer. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തോ ചെറിയ For another bakery, if the total number of hot cakes sold is 120 less than that of bakery D, number of cornmeal hot cakes sold is 40% of the total number of hot cakes sold. Number of American sold 30% of the total, and the remaining Swedish hot cakes sold by E, then the number of Swedish hot cakes by E. Try to find E. Try to find. ഈ ഷിഫ്റ്റിലെ JRF തീരുമാനിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ചോദ്യമാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം അത് കിട്ടിയാലും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത ചോദ്യമൊക്കെ ആദ്യം തന്നെ കിട്ടിയിട്ടാണല്ലോ നിങ്ങൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ,
ഓരോ ലൈന് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഓരോ ലൈന് വെച്ചിട്ട് നോക്കുക. ഓക്കെ, സോ വാട്ട് വിൽ ബി? The question is finally, what is the number of Swedish hotcakes sold by bakery? Okay, bakery Swedish hotcakes എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ചെയ്തോ? തോറ്റോ? തോറ്റ ഞാൻ ചെയ്യുവേ. Okay. So what's answer? നമുക്ക് ചെയ്യാം അല്ലേ? We'll try to do. എന്താ ചോദ്യം? Swedish hotcake sold by bakery E. ഒരു ബേക്കറി E ആദ്യം വേണം. ആസ് യൂഷ്വൽ ഇവിടെ അമേരിക്കൻ, ഇവിടെ സ്വീഡിഷ്. ഈ ആദ്യത്തെ ലൈന് ഫോർ അനദർ ബേക്കറി E, if the total number of hotcakes sold is 120 less than that of bakery D. Hotcakes sold 120 less ആണ് ബേക്കറി D. ബേക്കറി D എത്ര? 1320 ആണ്. അതിനേക്കാളേറെ 120 കുറവാണ് 1200. ഓക്കെ, 1200. Number of cornmeal hotcakes sold is 40% of the total number of hotcakes sold by E. ഇതിന്റെ 40% ആണ് cornmeal. 1200 40%, 1200 10%, 120, 40%, 120 into 4 480. Number of American hotcakes sold is 35% of the total number. എത്രയാണ്? 40% 480 കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 1200 ആണ്. 10% 1200 ആണ്. 5% 60 ആണ്. 40% 480, 60 കുറച്ചാൽ 420. ഇനി അമേരിക്കനാ ചോദിച്ചത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ? സോറി, സ്വീഡിഷാണ് ചോദിച്ചത്. അമേരിക്കൻ തന്നിട്ടുണ്ട്, കോൺമീൽ തന്നിട്ടുണ്ട്. കോൺമീൽ 480, അമേരിക്കൻ 460, 900. ടോട്ടൽ 1200, 1200 900 കുറച്ചാൽ 300. ഓക്കെ, 300. Okay, 300 is the question here. Okay, 300. Going to last question. ഈസി ആവാനാണ് സാധ്യത. ഈസിയാണ് ഉണ്ടോ? 3 ഈസി 2 ടഫ് അങ്ങനെ. The number of American hotcakes sold by bakery A is dash percentage more than the number of Swedish hotcakes sold by bakery C. The number of American hotcakes sold by bakery A is dash percentage more than the number of Swedish hotcakes sold by bakery C. Easy one, le. Number of American hotcakes sold by bakery A എത്രയാണ്? 360. Number of Swedish hotcakes sold by bakery C എത്ര? 360, 340, 800. 800 1800 വെച്ചാൽ 200. Okay, 200. Okay, we have 360 and 200. അപ്പൊ പറഞ്ഞത് ഈ 360 200-നേക്കാളേറെ എത്ര ശതമാനം കൂടുതലാണെന്നോ? എത്ര ശതമാനം കൂടുതലാ? 360 200-നേക്കാൾ എത്ര ശതമാനം കൂടുതലാ? 360 200-നേക്കാളേറെ 160
നമ്പർ കൂടുതലാണ്. 200 എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ 20 അപ്പൊ 160 എന്ന് പറഞ്ഞാൽ 80%. അങ്ങനെ നമുക്ക് ആലോചിച്ചിട്ട് കിട്ടും. ഇനി ആലോചിക്കാത്തത് കണക്ക് ചെയ്തിട്ട് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ 360 കുറയ്ക്കണം 200/200 × 100. നേരത്തെ ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ ഉണ്ടല്ലേ, അങ്ങനെയാണ് അത് മാത്തമാറ്റിക്കലി ചെയ്യുക. നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ വിൽ ബി ഹാവിങ് 80. വീണ്ടും വീണ്ടും പറയാണ്, ഇപ്രാവശ്യത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലൊക്കെ കണക്ക് മാത്സ് ടാബുലേഷൻ ഈസ് ബിക്കമിങ് ഈസിയർ ആൻഡ് വെരി ഈസിയർ. ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ ഈ സാധനം ഒരു കാൽക്കുലേഷൻ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ല, മാത്സ് കൊണ്ടോട്ടെ ബുദ്ധിമുട്ടാണ്, മാത്സിനോട് ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇനി ജീവിതത്തിൽ ഒരു മാത്സ് ഇല്ല എന്ന് കരുതിയിട്ട് ആർട്സിലേക്ക് വന്നിട്ടുള്ളത്, പിന്നെ ഇവിടെ മാത്സ് ആണ് എന്നൊക്കെ തോന്നുന്ന ആളുകൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി. മാത്സ് ആൻഡ് ടാബുലേഷൻ ഈസ് നോട്ട് എൻ ഇഷ്യൂ എനിമോർ ഇൻ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഏതൊക്കെ രണ്ടെണ്ണമാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണെന്നുള്ളതാണ്. സോ ഇത്രയാണുള്ളത്. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നു. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് ചെയ്യാം. അടുത്തത് അടിപൊളി. The following table shows the total number of students who are learning both chess and squash in 4 different colleges, namely ABCD, along with the difference between the number of students learning chess and squash, and also the percentage of students learning carom based on the data in the table. Answer the question that follow. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് പഠിക്കാത്ത സമയത്ത് പഠിക്കുക എന്നുള്ളത്. നമ്മൾ നട്ടുച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഉറക്കം വരാൻ സാധ്യതയുള്ള സമയത്ത് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള മാത്സ് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്ന കുറച്ച് മാത്സ് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു കുറച്ചു നേരം പഠിക്കുമ്പോൾ നിർത്തും. നമ്മൾ ബ്രേക്ക് ഇല്ലാതെ പഠിക്കും കേട്ടോ. ബ്രേക്ക് ഒന്നുമില്ല, നമ്മൾ ബ്രേക്ക് ഇല്ലാതെയാണ് നമ്മൾ പഠിക്കുന്നത്. ആർക്കെങ്കിലും വാഷ്റൂമിൽ പോകാനോ വെള്ളം കുടിക്കാനെങ്കിൽ വെള്ളം അവിടെ ഉണ്ട്. ഇറ്റ്സ് യുവർ ഫ്രീഡം. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ബ്രേക്ക് ഇല്ല, കാരണം നമുക്ക് ഓല തോൽപ്പിക്കാനുണ്ട്. ഓല തോൽപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സീക്രട്ട് കൂടിയും പറയാം. രണ്ട് സാധനങ്ങളൂടെയും. ആദ്യത്തെ ആസ്പെക്റ്റ് ആണ് പറ്റാവുന്നത്ര വായന ഡിജിറ്റൽ ആക്കുക. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ ആക്കുക. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, നോട്ട് ചെയ്താൻ പറ്റുമെങ്കിൽ നോട്ട് എഴുതുക. ഇപ്പോഴും പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ഫിസിക്കൽ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ സുഖം ആ ടാബിൽ വായിക്കുമ്പോൾ കിട്ടുന്നില്ല. ഫിസിക്കൽ പുസ്തകത്തിൽ എഴുതുമ്പം കിട്ടുന്ന ആ ഒരു സുഖം ഡിജിറ്റലിൽ വായിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സുഖം മാത്രമേ കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടൂല. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ പറയും ഞാൻ രാവിലെ പറഞ്ഞാണ് ഞാൻ പുസ്തകം എഴുതി പഠിച്ചോളാം ആശയ. സോ ബേസിക്കലി ബാക്കിയുള്ള കുട്ടികൾ ഡിജിറ്റലിൽ പഠിച്ചുകൂടെ എന്നുള്ളത്. ഞാൻ പ്രശ്നം നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് ഓൾ അബൌട്ട് കോമ്പറ്റീഷൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ടിൽ എഴുതാണ്. ഒരു കോൺമീൽ സാധനം എഴുതി കുറേ ക്വസ്റ്റ്യൻസ് എഴുതി. എക്സാമിന് ഒരു 50 ദിവസം ഉണ്ട്. നിങ്ങൾ 35 ദിവസം ഈ കോൺമീൽ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടാവുമ്പോൾ ഈ നോട്ടിൽ ഈ കോൺമീലിന്റെ പേജിന് എത്താൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നോട്ടൊന്നും ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കോൺമീൽ എവിടെയോ അന്ന് സാർ അന്നെന്തോ ചെയ്ത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ആരൊക്കെ കണ്ടു റൈറ്റിംഗ് ഇൻ എ ടാബ് ഓർ ഡിജിറ്റലി റൈറ്റിംഗ്, ജസ്റ്റ് ഒരു സെർച്ച് പോയിട്ട് കോൺമീൽ നടിച്ചു കൊടുത്ത് അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഡിജിറ്റൽ ടെക്നോളജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, എൻ്റെയൊക്കെ ചില ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, എനിക്ക് തന്നെ പിന്നെ വായിച്ചാൽ കിട്ടൂല. പക്ഷെ കമ്പ്യൂട്ടറിനൊക്കെ വായിക്കാൻ കിട്ടും. എനിക്ക് തന്നെ വായിക്കാൻ കിട്ടാത്ത എൻ്റെ ചില വേർഡുകൾ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോഴാണ് കമ്പ്യൂട്ടറിനോട് ഇന്റർനെറ്റിനോട് ഭയങ്കര ബഹുമാനമായിട്ട് വന്നു കേട്ടോ. അതിന് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല സെർച്ച് ചെയ്യാൻ. നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളൊന്ന് പരീക്ഷ വെക്കേണ്ടിട്ടോ. അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടൊക്കെ എഴുതി വെക്കുക. ഇന്നാലും സെർച്ച് ചെയ്താൽ ചില എവർ നോട്ടുകൾ, ചില ആപ്പിൾ നോട്ടുകൾ, മറ്റു പല ഈവൻ വാട്സപ്പ് പലതും. വാട്സപ്പ് അങ്ങനത്തെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള പല നോട്ടുകളും നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിജിറ്റൽ ആവാ, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സേവ് എ ലോട്ട് ഓഫ് ടൈം. ഈ എക്സാമിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സാധനം, ആരാണോ മാക്സിമം ടൈം അടിപൊളിയായിട്ട് പഠിക്കുന്നത്, ആരാണോ മാക്സിമം റിവൈസ് ചെയ്യുന്നത്, ആരാണോ മാക്സിമം കാര്യങ്ങൾ പഠിക്കുന്നത്, മാക്സിമം തവണ വീണ്ടും നോക്കുന്നത്, ആരാണോ ഏറ്റവും കൂടുതൽ സമയം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഏറ്റവും കൂടുതൽ സമയത്തോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൂടി പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. പറ്റാവുന്നത്ര ഡിജിറ്റലിലേക്ക് മാറുക. ശീലം ഞാൻ രാവിലെ പറഞ്ഞ അതുപോലെ തന്നെയാണ്. ശബ്ദമുണ്ടാക്കി വായിക്കൽ ഒരു കാലത്ത് ആവശ്യമായിരുന്നു, പിന്നെ മാറി. അത് നിങ്ങളിപ്പം 40% നെറ്റിന് മൊത്തം ഡിജിറ്റൽ ആവണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷെ പറ്റാവുന്നത്ര നേരത്തെ ഡിജിറ്റലായി മാറാം. ഈ ഡിജിറ്റൽ വായനയുടെ പ്രശ്നം എന്താ?
എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡീറ്റെയിൽ വായന പ്രിഫർ ചെയ്യാത്തത്? ഒന്ന് കണ്ണിന് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ അജയ് ഓക്കെ നമ്മൾ ഡൈവേർട്ട് ആവും, കണ്ണിന് സ്ട്രെസ് ഉണ്ടാവും. വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ? ഡീറ്റെയിൽ വായന നമ്മൾ പ്രിഫർ ചെയ്യാതിരിക്കാനുള്ള പണ്ടൊട്ടേലെ 2 കാരണം. ഒന്ന് കണ്ണിന് സ്ട്രെസ് ഉണ്ടാവും, 2 ഡിസ്ട്രാക്ട് ചെയ്യും, ഡൈവേർട്ട് ചെയ്യും അല്ലേ? ഡിസ്ട്രാക്ട് ചെയ്യും ഡൈവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പഠിക്കാൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറിയതായിരിക്കും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവുക ഞാൻ എന്തോ ഒരു നെറ്റിന്റെ കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കയറിയിട്ടുള്ളത്, എന്തിനാന്ന് പോലും കൂടി ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? പോട്ടെ, അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ചു കഴിഞ്ഞ് ഇനി ഒരു 5 മിനിറ്റ് യൂട്യൂബ് വീഡിയോ കാണാം, അങ്ങനെയൊന്നുമല്ല നമ്മൾ യൂട്യൂബ് വീഡിയോ കാണാം. നല്ല ഉദ്ദേശത്തിന് വേണ്ടി മാത്രമേ ആളുകൾ യൂട്യൂബിൽ കയറുള്ളൂ. അതുകൊണ്ട് യൂട്യൂബ് കയറാൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇപ്പോൾ കയറുന്നൊക്കെ നല്ല ഉദ്ദേശത്തിനാണല്ലോ. സോ അപ്പോൾ ബേസിക്കലി ഇതാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ആസ്പെക്ട് സ്ട്രെസ്സ്, കണ്ണിന് ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. മനുഷ്യന്മാർ കുറേയൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ബോറടിച്ചിട്ട് വീണ്ടും വീണ്ടും പഠിക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ മെഡിക്കൽ എൻട്രൻസ് റിപ്പീറ്റിംഗ് സമയത്തൊക്കെ ഞാൻ തൃശ്ശൂർ PC തോമസിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു അന്തകാലം. അപ്പോൾ PC തോമസൊക്കെ എന്ന് പറയും, നിങ്ങൾ കുറേ നേരം പഠിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, ഈ ബോറടിക്കുമ്പോൾ പഠിപ്പ് നിർത്താമെന്നുള്ള എക്സ്ക്യൂസ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ബോർ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എനിക്ക് എത്ര ബോറടിച്ചാലും ഞാൻ പഠിപ്പ് നിർത്തൂല എന്നുള്ള ഫിലോസഫിയിൽ നിങ്ങൾ എത്തിയാൽ ബോർ അങ്ങ് പോകും. കാരണം ഇത് വന്നിട്ടേ നമ്മൾ നിർത്തൂല, പിന്നെ വെറുതെ എന്ത് ബോറടിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കണം. ദിസ് ഈസ് എ സിമ്പിൾ ലോജിക്. ഓക്കെ, ഇതാണ് ബേസിക്കലി സിമ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാനിതേപോലെ എൻ്റെ കണ്ണിന് പ്രശ്നമായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇഫറൊക്കെ തുടങ്ങിയ കാലത്താണ്, ഓക്കെ, എത്ര ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചു. എത്ര സമയം ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഏകദേശം രാവിലെ തൊട്ട് രാത്രി വരെ, ഇഫറിൻ്റെ തുടക്കമാണ്, ഏകദേശമൊക്കെ ഞാൻ ലാപ്ടോപ്പിനെ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ത് പറയും? ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് കമ്പനിയിലെ ഡോക്ടറായിനി, ഓക്കെ, ഒരു അത്യാവശ്യം ഫ്രണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ ഡോക്ടറെ അത് പറ്റൂല, ഓക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്, അതിനനുസരിച്ച് എൻ്റെ കണ്ണിന് എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? കണ്ണട, ലേസറോ, കോസ്മെറ്റിക്കോ എന്തെങ്കിലും സർജറി ചെയ്താലും പ്രശ്നമില്ല, ഓക്കെ, അല്ലാതെ ലാപ്ടോപ്പ് ഉപയോഗം കുറക്കുക എന്നുള്ളത് നടക്കൂല. ഇനിയുള്ള കാലത്ത് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ലാപ്ടോപ്പ് മൊബൈലൊന്നും ഉപയോഗിക്കാതെ നല്ല ആരോഗ്യമുള്ള കണ്ണട വെക്കാത്ത ഒരു കണ്ണുമായി മരിച്ചു പോകുന്നതാണോ നല്ലത്? ഇതൊക്കെ കണ്ട് ലൈഫ് എൻജോയ് ചെയ്തിട്ട് വല്ല കണ്ണടി ലെൻസും സർജറിയും കഴിഞ്ഞ കണ്ണായിട്ട് മരിച്ചു പോകുന്നതാണോ നല്ലത്? ഐ പ്രിഫർ സെക്കൻഡ് വൺ. ഏതായാലും സ്വർഗത്തിലെത്തിയിട്ട് പടച്ചമാണെങ്കിൽ പുതിയ കണ്ണ് തരൂലേ? ഓക്കെ, ഇനി അങ്ങനെ സ്വർഗവും നമ്മൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ലോജിക്ക് അതാണ്. കണ്ണിനെ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, കണ്ണട വെക്കണമെങ്കിൽ കണ്ണട വെക്കുക. ഓക്കെ, വളരെ സീരിയസ് ആയിട്ട് ബൈ ബർത്ത് മൈഗ്രെയിൻ പോലെയുള്ള സീരിയസ് ഇഷ്യൂ ഉള്ള ആളുകൾ ഉണ്ടാവാം. ഐ റെസ്പെക്ട് ദാറ്റ്. നിങ്ങളെ ഡോക്ടർ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. ഞാൻ 100% ആളുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫിലോസഫി എന്നുള്ള ആസ്പെക്റ്റിലേക്കല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശീലമായിക്കൊണ്ടേയിരിക്കുക. കണ്ണിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ദൂരത്തേക്ക് നോക്കുക, ഇങ്ങനെയുള്ള കുറേ ഹെൽത്ത് പ്രാക്ടീസുകളുണ്ട്, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ബട്ട് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, അത് നമുക്ക് ശീലമല്ലാത്തത് കൊണ്ടാണ്. ടാബിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മൊബൈലിലെങ്കിൽ മൊബൈലിൽ വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ മൊബൈലിലൊക്കെ വായിച്ചാൽ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വായിക്കാം അല്ലേ? കാരണം എന്താ വെച്ചാൽ ബോധമുള്ള സമയത്തൊക്കെ നമ്മളെടുത്ത് നമ്മളെ മൊബൈൽ ഉണ്ടാവും അല്ലേ? മൊബൈൽ എവിടെ കാണില്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കും, എൻ്റെ ബോധം പോയി നോക്കി അല്ലേ? അപ്പോൾ ഏത് സമയം, അല്ലാതെ നിങ്ങൾ ഈ നോട്ട്ബുക്കൊക്കെ എല്ലാ സമയത്ത് നിങ്ങൾ വായിക്കണം നേരെ ഈ നോട്ട്ബുക്ക് ഇന്ന് പോയാൽ വീട്ടിലെത്തും. പിന്നെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവും? ചിലപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാവും, അടുത്ത ബുധനാഴ്ച നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുമോ? ഉറപ്പുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലോ ടാബിലോ എന്തെങ്കിലും ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് മൊബൈലിലാണെങ്കിൽ ഇപ്പം ഒക്കെ ക്ലൗഡ് ബേസ്ഡ് ആണ്. നിങ്ങൾ ടാബിൽ ചെയ്യുന്നൊക്കെ മൊബൈൽ ഉണ്ടാവും, മൊബൈലിൽ ചെയ്യുന്നൊക്കെ മാക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ട് എവർ സിസ്റ്റത്തിൽ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് ആണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനി ടൈം യു ക്യാൻ സ്റ്റഡി എനിത്തിങ് ഇഫ് യു ആർ യൂസിങ് ദ ഡിജിറ്റൽ മീഡിയ. ഓക്കെ, അത് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ടാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ 1-2 എക്സാമൊക്കെ എഴുതിയപ്പം 5-6 നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അവസാനത്തെ എക്സാമുകളൊക്കെ എഴുതിയത് കംപ്ലീറ്റ്ലി. അങ്ങനെയെങ്കിൽ 1610 രൂപക്ക് വിറ്റാൽ എത്ര ശതമാനമാണ് ലാഭമോ നഷ്ടമോ ഉണ്ടാവുക? ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് അതിൻ്റെ ഒന്നുകൂടി അപ്ലിക്കബിൾ നോക്കാം. കവിത ഒരു മൊബൈൽ ഫോൺ 1950 രൂപക്ക് വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടായി. എത്ര രൂപക്ക് വിറ്റാലാണ് 30% ലാഭമുണ്ടാവുക? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, കവിത ഒരു മൊബൈൽ ഫോൺ 1950 രൂപക്ക് വിറ്റപ്പോൾ
25% നഷ്ടമുണ്ടായി. എത്ര രൂപയ്ക്ക് വിറ്റാലാണ് 30% ലാഭം ഉണ്ടാവുക? സെയിം കോൺസെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ചോദിക്കുന്ന കോൺസെപ്റ്റാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു സാധനം നമ്മൾ വിറ്റ വിലക്ക് തന്നെ വാങ്ങിയ വിലക്ക് തന്നെ വിൽക്കുകയാണെങ്കിൽ അത് എത്ര ശതമാനം രൂപക്കാണ് വിൽക്കുന്നത്? 100% രൂപ ഓഫ് ദി ഒറിജിനൽ പ്രൈസ് അല്ലേ? 1% നമ്മൾ 100 രൂപക്ക് വാങ്ങിയിട്ട് എത്ര ശതമാനം ലാഭത്തിനാണ് വിൽക്കുന്നത് എന്നല്ല ചോദ്യം. ഓക്കെ, എത്ര ശതമാനം ഓഫ് ദ ഒറിജിനൽ പ്രൈസാണ് വിൽക്കുന്നത് എന്നുള്ളത്. അപ്പം 200 രൂപക്ക് വാങ്ങിയ സാധനം ഒരു 200 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ പ്രൈസിൻ്റെ 100%-നാണ് വിൽക്കുന്നത്. ഓക്കെ, അത് ഒറിജിനൽ പ്രൈസിൻ്റെ 100%-നാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 10% നഷ്ടത്തിന് വിറ്റാൽ ഒറിജിനൽ പ്രൈസിൻ്റെ എത്ര രൂപക്കാണ് വിൽക്കുക? 10% നഷ്ടത്തിന് വിറ്റാൽ യെസ്, വാങ്ങിയ വിലക്ക് വിൽക്കുകയാണെങ്കിൽ 100%-ന്, 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ 90% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്, 20% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ 80% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്, 10% ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ 110% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്, 8% ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ 108% ഓഫ് ദ ഒറിജിനൽ പ്രൈസ്. 8% ലാഭത്തിന്, അതായത് ബേസ് 100 ഇനി 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 100 10 വർഷം 90, 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 100 20 വർഷം 80, 10% ലാഭം എന്ന് പറഞ്ഞാൽ 100ക്ക് 10 കൂട്ടിയാൽ 110, 5% ലാഭം എന്ന് പറഞ്ഞാൽ 100ക്ക് 5 കൂട്ടിയാൽ 105. ഇതാണ് ഇവിടെ ഉള്ളൊരു ബേസിക് കോൺസെപ്റ്റ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. കവിത 1950 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താ? 1950 എന്ന് പറഞ്ഞാൽ 75%. ചോദ്യം എന്താ? എത്ര രൂപയ്ക്ക് വിറ്റാലാണ് 30% ലാഭം ഉണ്ടാവുക അല്ലേ? 30% ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? 130. അപ്പം x = 130%. ഓക്കെ, x = 130%. അതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. We'll be having 2780. Okay, we'll be having 2780 as a correct answer, I think. No. 33150 into, x = 1950, okay, into 130 by 75 എന്നുള്ളതാണ്. We'll be having the answer. We'll be having 3380 as the correct answer. Okay, 3380 as the correct answer. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 75% നഷ്ടം എന്ന് പറയുമ്പം അത് 1950 = 75 എഴുതി, x = 130 എഴുതി. സോ x = 1950 into 130 by 75 എഴുതി. We will be having 3380 as the correct answer. Okay, 3380 as the correct answer. ഒരു 2-3 ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിൽ ചെയ്തിട്ട് വിൽ ബി വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. അടുത്ത് ഇതാ, 1620 രൂപക്ക് വിറ്റപ്പോൾ 20% നഷ്ടമാണെങ്കിൽ 1610 രൂപക്ക് വിൽക്കുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാവുക? അത് എത്ര ശതമാനമാണ് ഉണ്ടാവുക? ഓക്കെ, ഓക്കെ, 1610 രൂപക്ക് വിൽക്കുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. For the time being, last question of the day.
എന്ത് ചെയ്യുക? 1120 എന്ന് പറഞ്ഞാൽ 80%. ചോദ്യം 1610 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്നാണ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എത്ര ശതമാനമാണ് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് അല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 1610 ഇൻറ്റു 80/1120 വിച്ച് ഈസ് ഈക്വൽ ടു 115%. ഓക്കെ, 115% എന്ന് പറയുമ്പം വി ഹാവ് 100ൻ്റെ മുകളിലാണ് വാല്യൂ ഉള്ളത്. ഓക്കെ, 100ൻ്റെ മുകളിലാണ് വാല്യൂ ഉള്ളത്. 100ൻ്റെ മുകളിലാണ് വാല്യൂ ഉള്ളതെങ്കിൽ അത് പ്രോഫിറ്റാണ്. ഓക്കെ, 100ൻ്റെ മുകളിലാണ് വാല്യൂ ഉള്ളതെങ്കിൽ അത് പ്രോഫിറ്റാണ്. ഓക്കെ, 100ൻ്റെ മുകളിൽ എത്ര വാല്യൂ ആണുള്ളത്? 15% ഉള്ളത്. സോ വി ഹാവ് 15% പ്രോഫിറ്റ്. ഓക്കെ, 15% ആണ് പ്രോഫിറ്റ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി ഇത്രയാണ് ഫോർ ദ ടൈം ബീങ്. നമ്മൾ ഏകദേശം സമയമായതുകൊണ്ട് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ്പെക്റ്റിലേക്ക് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. PYQ ഇ ബുക്ക് കുറച്ചുകൂടി കോപ്പി അവൈലബിൾ ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ബൈ. നിങ്ങൾക്കത് പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നെറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. ബീങ് ഫ്രാങ്ക് അബൌട്ട് ദാറ്റ് PG കഴിഞ്ഞ ആളുകൾക്ക്. ബട്ട് ഇഫർ ക്യാൻ ഹെൽപ്പ് യു ടു സേവ് എ ലോട്ട് ഓഫ് ടൈം. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ലോജിക്കൽ ഇക്വാലൻസി ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനും പറ്റും. പക്ഷെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു 10-20 ഇരട്ടി കുറഞ്ഞ സമയം കൊണ്ട് എനിക്കത് പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ അത്ര അധികം ടൈം അത് പഠിക്കാൻ വേണ്ടി എടുത്തത് കൊണ്ടാണ്. 20x ബുദ്ധി ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, അത്ര അധികം സമയം എടുത്തതുകൊണ്ട്, അത്ര അധികം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എടുത്തത് കൊണ്ടാണ്. സോ നമ്മൾ ജൂൺ എക്സാമിനുള്ള JRF ട്രാക്ക് ബാച്ചിൻ്റെ ഞാൻ ഇനീഷ്യലി പറഞ്ഞ ഒബ്ജക്റ്റീവ്, അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നാളെ ക്ലോസ് ചെയ്യാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി വാട്ട് യു ഗെറ്റ് എന്നുള്ളതൊക്കെ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് വീണ്ടും പറയുന്നില്ല. ബട്ട് വെരി സിംപ്ലി വാട്ട് യു മിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ദ legacy of the best result in Kerala. You miss 1000+ juries. Okay, you miss the guidance from regular guidance from Kerala's topmost faculty in that aspect. And basically നമ്മളെ റിസൾട്ട് കൂടുതലാണ്, നമ്മുടെ മെറ്റീരിയൽസ് കൂടുതലാണ്, നമ്മളെ ക്വാളിറ്റി കൂടുതലാണ്, നമ്മളെ ഫീയും കൂടുതലാണ് കേട്ടോ. ഓക്കെ, എവറിത്തിങ് കംസ് ഇൻ എ വിഷ്യസ് സർക്കിൾ എന്നുള്ളത് ഈസ് എ ബേസിക് ലോജിക് എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വി വിൽ ബി ക്ലോസിങ് ദ അഡ്മിഷൻ ബൈ ടുമാറോ ദാറ്റ് പെർട്ടിക്കുലർ ബാച്ച് കൂടുതലായിട്ട്. സോ വൺസ് അഗെയിൻ ദിസ് ഈസ് എ നെറ്റ് ജേണി ഈസ് എൻ അടിപൊളി ജേണിയാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, എല്ലാവരും JRF ക്വാളിഫൈ ചെയ്യുക. ഓക്കെ, ഈഫിൻ്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും ക്വാളിഫൈ ചെയ്തിട്ട് അറിയിക്കുക. വിൽ ബി റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ഹാൻഡിങ് ഓവർ ടു Arya for the conclusion.